മറയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ മതിയാംവിധം ജീവനക്കാരെ നിയമിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. ജീവനക്കാരുടെ കുറവ് മൂലം സേവനങ്ങൾ ലഭിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നുവെന്നാണ് ആക്ഷേപം. ഈ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ ഫണ്ടുകൾ വിനിയോഗിക്കുന്ന കാര്യത്തിലടക്കം പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ജനപ്രതിനിധികൾ ആരോപിക്കുന്നു. മറയൂർ ഗ്രാമപഞ്ചായത്തിൽ വിവിധ തസ്തികകളിൽ ഉണ്ടാകേണ്ടുന്ന ജീവനക്കാരുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നാണ് ആക്ഷേപം. ഈ സാഹചര്യം ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് വിലങ്ങുതടിയാകുന്നുവെന്നും പരാതി ഉയരുന്നു. 13 വാർഡുകളുള്ള പഞ്ചായത്തിൽ ആദിവാസികൾ ഉൾപ്പെടെ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളാണ് ഏറെയുമുള്ളത്. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് കിലോമീറ്ററുകളോളം കാൽനടയായും വാഹനക്കൂലി നൽകിയുമൊക്കെ ഓരോ ആവശ്യങ്ങൾക്കായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തുമ്പോൾ ജീവനക്കാരുടെ കുറവ് മൂലം കാര്യം നടക്കാതെ തിരികെ പോകേണ്ടി വരുന്ന സാഹചര്യം വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്നും പരാതിയുണ്ട്. കാലങ്ങളായി ഈ കഴിഞ്ഞ 8 മാസക്കാലമായി ഓഫീസുകളിലും നമ്മുടെ മന്ത്രിയുടെ ഓഫീസിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും നാളിതുവരെ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. മറയൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് 107 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ അകലിൽ നിന്നും ആളുകൾ പഞ്ചായത്തിലെ സേവനങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ ഇവിടെ വരുമ്പോൾ 16 കിലോമീറ്റർ കൂടുതൽ ആദിവാസി മേഖലയിലെ 16 കിലോമീറ്റർ കൂടുതൽ ആളുകൾ നടന്നു വന്നാൽ പോലും അവർക്ക് അടിയന്തരമായി സേവനം ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലാകാലങ്ങളിൽ അറിയിക്കേണ്ടതായ ഓഫീസിൽ അറിയിച്ചാൽ പോലും ഉദ്യോഗസ്ഥരെ നിയമിച്ചാൽ 2 മാസം ഇവിടെ ഒരു ഉദ്യോഗസ്ഥന് ജോലി ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവർക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്ന നടപടിയുമാണ് ബന്ധപ്പെട്ട മേലധികാരികൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലെ ആദിവാസി മേഖല കൊടുക്കുന്ന പ്രദേശത്ത് പഞ്ചായത്തിൽ അടിയന്തരമായി സ്റ്റാഫുകൾ നിയമിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഈ കാര്യത്തിൽ അറിയിക്കുന്നത്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട നിവേദനം നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആരോപണം. ജീവനക്കാരുടെ കുറവ് മൂലം സേവനങ്ങൾ ലഭിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നുവെന്നാണ് ആക്ഷേപം. ഈ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ ഫണ്ടുകൾ വിനിയോഗിക്കുന്ന കാര്യത്തിലടക്കം പ്രതിസന്ധി നേരിടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ജനപ്രതിനിധികൾ ആരോപിക്കുന്നു. ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം.